ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസമാണ് നമ്മുടെ കൊയർ പ്രോഗ്രാം ലൈവായിട്ട് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് 7 മണിക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് കോളേജ് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അയറിൻ്റെ ദിവ്യാൻസും ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം അവരെ കാണുകയല്ല, അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ നേരെ പോകുന്നത് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ഫൈനൽ പ്രാക്ടീസ് ചെയ്യുന്ന റിഹേഴ്സൽ ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഓർക്കസ്ട്ര ടീം ഫുള്ള് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ അവരുടെ കൂടെയൊക്കെയാണ് നമ്മൾ ആദ്യം ഇവിടെ ഫൈനലായിട്ട് പെർഫോം ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അവർക്കെല്ലാം തന്നെ മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കീർത്തനങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർക്കെല്ലാം തന്നെ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരെയും കണ്ടു. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് എല്ലാവരും കേട്ടോ. അപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്, ഇങ്ങനെ പ്രോഗ്രാം ആയി തീരുമെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജ് കയറുന്നതിന് മുമ്പായിട്ട് സാറ് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോഴേക്കും ഇതുപോലെ 2 സോങ്സ് ഇതുപോലെ റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നീട് ബാക്കിയുള്ള എനിക്ക് കയറാൻ പറ്റിയത് എല്ലാവരും ലാസ്റ്റായിട്ട് കാണുന്ന ദിവസം കൂടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ട്. കാരണം ഇത്രയും ദിവസം ഒരു ഫാമിലി പോലെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നീട് ഒന്ന് വിട്ടു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് എല്ലാവർക്കും കേട്ടോ. അപ്പം പക്ഷേ എന്തായാലും ഈ ഒരു കൊയർ പ്രോഗ്രാം, ഈ ഒരു ഗ്രൂപ്പ് മുന്നോട്ട് പോകും നല്ല രീതിയിൽ എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ അത് പഠിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അങ്ങനെ പിന്നെ ടൈമുകൾ കടന്ന് ഉച്ചയായപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സദ്യ അല്ലായിരുന്നു ആശ്രമത്തിൽ, ഇന്ന് ജന്മദിവസമല്ലേ പോകാൻ്റെ. അപ്പം സദ്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല രുചിയായിരുന്നു എല്ലാ കറികളൊക്കെ തന്നെയും. അങ്ങനെ പിന്നീട് ഞങ്ങൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ കാണാൻ നല്ല രസമുണ്ട് എല്ലാവരും കേട്ടോ. എല്ലാവരും തന്നെ നല്ലൊരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെല്ലാം റെഡി ആയതിനു ശേഷം നേരെ ആശ്രമത്തിലോട്ട് പോകണം. അങ്ങനെ കുറച്ച് സമയത്തുള്ളിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഫുൾ പ്രോഗ്രാം പിന്നീട് ആശ്രമത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നീട് ഞാനത് പറയാം. അപ്പോൾ പ്രോഗ്രാമിന് ശേഷം ഇതുപോലെ സാറിന് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും പേരെയും സാർ ഒരുപാട് എഫോർട്ട് ഇട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ട്. സാർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ഒരാൾ കൂടെയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഈ മ്യൂസിക്കും. ഭഗവാന്റെ കീർത്തനത്തിന് ഇങ്ങനെ ഒരു മ്യൂസിക് കൊടുത്തപ്പോൾ എല്ലാവർക്കും തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. എല്ലാ കീർത്തനം തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ പ്രോഗ്രാമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇതുപോലെ ഇടയ്ക്ക് ചൂട് കൂടിയായിരുന്നു, പനിയാണെന്ന് അറിയുന്നത്. നിന്ന് നിപ്പിൽ കുറേ ഇങ്ങനെ കറങ്ങുകയാണ് മൊത്തത്തിൽ. അപ്പോൾ ആ സമയത്ത് ഹെൽപ്പിനായിട്ടും മെഡിക്കൽ കെയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഇതായിരുന്നു. കാരണം അവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഓരോരുത്തരും ഇതുപോലെ കണ്ടിന്യൂസ് നിൽക്കുമല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ഈ കൊയർ പ്രോഗ്രാം നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റി. എല്ലാവരും തന്നെ ഒരുപാട് എഫോർട്ട് ഇട്ട് നമ്മുടെ പ്രോഗ്രാം നല്ല രീതിയിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഗൈസ്. ബൈ.